പുലയനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല. നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു രോമവും ഇല്ലടാ. രോമം എന്നതിൻ്റെ തമിഴ് പദമാണ് വേടൻ പാടിയത്. അതാണ് മധുവിന് ഭീകരവാദമായത്. കാരണം തമ്പുരാനോട് നീ ഒരു രോമവും അല്ലടാ എന്ന് പറയുന്ന ദളിതൻ്റെ ആത്മരോക്ഷം മധുവിന് ഭീകരവാദമായി. ഈ ഭീകരവാദം ആരോപണമാണ് വേടന് നേരെ നടന്ന ആക്രമണങ്ങളെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേടൻ്റെ ഒപ്പമാണ്. ഞാനിതിൽ വേറൊരു കാര്യം കൂടി സംശയിക്കുന്നുണ്ട്. ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ഇവിടുത്തെ ദളിത് സമൂഹത്തെ ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ചെയ്യുന്നൊരു സൂത്രപ്പണിയുണ്ട്. ബ്രാഹ്മണൻ ഉന്നതനാണ്, പക്ഷെ നിങ്ങൾ കർമ്മം കൊണ്ട്, നിങ്ങൾ ജനിച്ചത് ദളിത് അസ്പർശവർഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാമെന്ന്. ഇവർക്ക് തന്നെ പേടിയുണ്ട്. ബ്രാഹ്മണൻ ചെയ്യേണ്ട, അമ്പലവാസികൾ ചെയ്യേണ്ട ജോലി ഒരു ഈഴവൻ ചെയ്താൽ അവനെ ബ്രാഹ്മണനാണെന്ന് അംഗീകരിക്കേണ്ടി വരുമോ എന്ന ഭയമായിരിക്കണം മിക്കപ്പോഴും ഇവർ തങ്ങൾ ദേവസ്വത്തിലെ പൂജാ ജോലികൾ ബഹിഷ്കരിക്കുമെന്ന പ്രഖ്യാപനത്തിന് കാരണം. ഞാൻ മനുഷ്യനാണെന്ന് പ്രഖ്യാപിക്കുന്ന വേടനെയും മധുവിനും ഭയം അതുകൊണ്ട് തന്നെയായിരിക്കണം. കേരളം ജന്മം കൊടുത്ത ഏറ്റവും വലിയ താത്വികൻ, ദാർശനികൻ, ഏറ്റവും വലിയ വേദപണ്ഡിതൻ ശ്രീനാരായണ ഗുരു പണ്ടേ ഇവരുടെ ഈ വാദത്തെ പൊളിച്ചതാണ്. ഏത് കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാന്ന്. ഇവർ ഭഗവത്ഗീത എടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്നുള്ള ഗീതാശ്ലോകം എടുത്തുകൊണ്ടാണ് ഇവർ പറയുന്നത്. നാരായണ ഗുരു അന്ന് ചോദിച്ച ചോദ്യമുണ്ട്. ഈ കർമ്മം എന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കർമ്മം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ അത് വർണ്ണമായിട്ട് മാറും? നാരായണ ഗുരു ചോദിച്ച ചോദ്യമാണ്. ഉത്തരമില്ലാത്ത ചോദ്യമായി ഇന്നും അത് അന്തരീക്ഷത്തിൽ നിൽക്കുക. നാരായണ ഗുരു പണ്ടേ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകുമെന്നുള്ള വാദഗതിയെ പൊളിച്ചടുക്കിയതാണ്. രാമകാലഘട്ടത്തിൽ 2 പേരുണ്ട്, വസിഷ്ഠനും വിശ്വാമിത്രനും. വസിഷ്ഠൻ ക്ഷത്രിയനും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്ഷത്രിയനും വിശ്വാമിത്രൻ ബ്രാഹ്മണനുമാണ്. ക്ഷത്രിയൻ ബ്രാഹ്മണനാകാൻ പോയതിൻ്റെ പൊല്ലപ്പാട് മുഴുവൻ പറഞ്ഞിട്ട് ഗുരു പറഞ്ഞ് ക്ഷത്രിയനും ബ്രാഹ്മണനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ അകലേ ഉള്ളൂ. ഒരങ്കുലം അകലെയുള്ള ക്ഷത്രിയൻ ബ്രാഹ്മണനാകാൻ പോയപ്പോൾ ഇത്രയും പൊല്ലാപ്പുണ്ടായെങ്കിൽ ബഹുദൂരം അകലെ നിൽക്കുന്ന മറ്റ് ജാതിക്കാർ ബ്രാഹ്മണനാകാൻ പോയാൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന സ്ഫോടനം?